ടി ഇസ്മായിൽ നോക്കൂ, ഇപ്പോഴും ആ പ്രതിഷേധങ്ങളിൽ പലതും രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് പ്രതിഷേധത്തിന് എതിർവശത്ത് നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPIM LDF ഇപ്പോഴും കാണുന്നത്. കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കേസുകൾ പലയിടങ്ങളിലും ഇപ്പോഴും ഉണ്ടായിരുന്ന മഞ്ഞക്കുറ്റി, ഇന്ന് റിജിൽ മാക്കുറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ പലയിടത്തു നിന്നും ആ മഞ്ഞക്കുറ്റി പിഴുതെറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞക്കുറ്റികളടക്കം വലിയ ആശങ്കയായി നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്, പ്രഖ്യാപനം വരുന്നത്. ഒരുപാട് കേട്ടു കാണുമല്ലോ രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നു എന്നും. അപ്പോൾ അതിനുകൂടി ഒരു മറുപടിയാണ് ഈ സർക്കാരിന്റെ തീരുമാനം എന്നതാണോ കാണുന്നത്? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ കേരയിൽ വിരുദ്ധ സമര പ്രവർത്തകന്മാർ. അത് ഇന്ന് തന്നെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളിത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഈ സമരത്തിലെ പ്രതിബന്ധങ്ങൾ. ഞങ്ങൾക്ക് വ്യക്തിപരമായും സമരപ്രവർത്തകർക്ക് ഏറെ കൃത്യമായിട്ടുള്ള വിവേചനങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സമരത്തിൽ. എൻ്റെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ കാട്ടിലപ്പീടികയിലാണ് 2020 ഒക്ടോബർ 2 ബഹുമാനപ്പെട്ട കൽപ്പറ്റ നാരായൺ സാറ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. ഇന്നും ആ സമരം അവിടെ നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിൽ 2022 മാർച്ച് മാസം 17-ാം തീയതി സമരം ആരംഭിക്കുകയുണ്ടായി. അതിപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിൽ ഞങ്ങൾ കേട്ട കാര്യങ്ങൾ എന്താണ്? 2020 ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതുകൊണ്ടാണ് ഇവരിങ്ങനെ പന്തല് കെട്ടി സമരം നടത്തുന്നത് എന്നാണ് ആദ്യം കേട്ട അപവാദം. 2020 ഡിസംബറിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പം ഞാൻ കേട്ട അപവാദം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് MLA സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മാത്രമല്ല സമരപ്രവർത്തകന്മാർ അങ്ങനെ ചെയ്തു. ഞങ്ങൾ ഈ സമരത്തിലേക്ക് വരുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ നാട്ടുകാർ, ഇതിൻ്റെ ഈ സിൽവർ ലൈൻ അലൈൻമെന്റിലുള്ള വീട്ടുകാരുടെ കൃത്യമായ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഈ വിഷയത്തിൽ ആദ്യം സമരം തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ സമരത്തിന് ഒരു നായകരല്ല, പല നായകന്മാരല്ല. ഈ സമരത്തിന്റെ നായകന്മാർ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരക്കാരും മുഴുവൻ ജനങ്ങളുമാണ്. കേരളം ഈ സമരത്തെ മാറോട് ചേർത്ത് പിടിച്ചാണ്. ഞങ്ങൾ തന്നെ പറഞ്ഞത് സമരങ്ങളുടെ മാതാവാണ് കേരയിൽ വിരുദ്ധ സമരം എന്നാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ വാക്കുകൾ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി UDF ഇതിനെ ഒരു സമിതി വെച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ സമരത്തിലേക്ക് വന്നതും ഈ വിഷയത്തെ ഏറ്റെടുത്തതും. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഞങ്ങളോട് വാക്ക് പാലിച്ചു.